ഹലോ, നമുക്കിന്ന് കുട്ടി ചക്കര ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ഓൾറെഡി നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്നതാണ് കറുവപ്പട്ടയുടെ ഇല. ഇനി ഇതിലാണ് നമ്മൾ കുട്ടി കുട്ടി ചക്കര ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ മിക്സ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് അങ്കമാലി, എറണാകുളം ആ സൈഡിലൊക്കെ നമുക്ക് എടനയുടെ ഇല എന്ന് പറഞ്ഞിട്ടൊരു ഇല കിട്ടും. അത് ഈ കറുവപ്പട്ടേനെക്കാട്ടും കുറച്ചുകൂടി നീളമുള്ള ഇലയായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ വലിയ ചക്കര ആയിരിക്കും. ഈ കറുവപ്പട്ടയുടെ ഇലയിൽ ചക്കര ഉണ്ടാക്കിയ ഗുണം എന്താണെങ്കിൽ നല്ല മണം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി നല്ല സ്മെല്ലായിട്ട് കഴിക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ ആ മിക്സിയിൽ ഇത്രയും കൂടെ അരിപ്പൊടി ഇട്ടിട്ട് അത് ഒന്നും കൂടെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഇല എടുത്തിട്ട് അതിൽ ഇത്തിരി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ തണ്ടില്ലേ അത് വെച്ചിട്ട് ലോക്ക് ചെയ്യണം. അപ്പം അമ്മ അതവിടെ കഷ്ടപ്പെട്ട് ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ കയ്യിൽ ചക്കടയുടെ എല്ലാവരും ഒട്ടിപ്പിടിച്ചിട്ട് ശരിയില്ല. അപ്പോൾ അത് വീണ്ടും അമ്മ ഒന്നും കൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോരോ ഇല എടുക്കുന്നു, ഇത്തിരി മാവ് വയ്ക്കുന്നു, എന്നിട്ട് അതിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കണം കേട്ടോ, എന്നാലാണ് കുറച്ചുണ്ടാവുള്ളൂ. അങ്ങനെ ഇങ്ങനെ ആക്കി അപ്പത്തേനും ഒന്ന് തുറന്നു പോന്നു. അപ്പം നമ്മളത് വീണ്ടും അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മളിങ്ങനെ കുറേ ആക്കിയിട്ട് അത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ എടുത്തിട്ട് കണ്ടോ, ഇപ്പോൾ ഒരുപാടെണ്ണമായി. അങ്ങനെ ഇതെല്ലാത്തിനും നമ്മൾ ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് എടുക്കും. അങ്ങനെ ആവിയെല്ലാം കയറിയതിന് ശേഷം നല്ല അടിപൊളി ടേസ്റ്റും. ഇപ്പോൾ ഇത് തുറക്കുമ്പോൾ വേണ്ട, ഇപ്പം ഞാനിത് വെച്ചിട്ടേ ഉള്ളൂ. ഇതിനി ചൂടായി വെന്ത് വരുമ്പോൾ ഇപ്പോൾ ഇഡ്ഡലി പാത്രം തുറക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല സ്മെല്ലും വരുന്നുണ്ടാവും. ഈ ആവിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റും നല്ല മണമായിരിക്കും. കാരണം നമ്മൾ കറുവപ്പട്ടയുടെ ഇലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.